പുതിയ ഇംഗ്ലീഷ് ഫുട്ബോൾ സീസണിന് പന്തുരണ്ട ആദ്യ പോരാട്ടത്തിൽ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയെ തകർത്തെറിഞ്ഞ് ചാമ്പ്യന്മാരായ ആഴ്സണൽ കാർഡിഫിൽ നടന്ന കമ്മ്യൂണിറ്റി ഷീൽഡ് ഫൈനലിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് മിഗേൽ ആർട്ടേറ്റയും സംഘവും സിറ്റിയെ കീഴടക്കിയത്. മത്സരം തുടങ്ങി വെറും 24-ാം സെക്കൻഡിൽ തന്നെ ഗോൾ നേടിയ ആഴ്സണൽ തങ്ങളുടെ ലക്ഷ്യം വ്യക്തമാക്കിയിരുന്നു. റിക്കാർഡോ കാലഫിയോറിയിലൂടെയാണ് ആഴ്സണൽ ആദ്യ ഗോൾ നേടിയത്. പുതിയ സൈനിങ്ങായ ക്രിസ്റ്റോസോലിസിന്റെ പാസിൽ നിന്നായിരുന്നു ഈ ഗോൾ. തുടർന്ന് 28-ാം മിനിറ്റിൽ ക്രിസ്റ്റോസോലിസിന്റെ തന്നെ രണ്ടാം അസിസ്റ്റിൽ നിന്ന് കായ് ഹവേർട്സ് ഹെഡറിലൂടെ ആഴ്സണലിന്റെ രണ്ടാം ഗോൾ നേടി. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ക്യാപ്റ്റൻ മാർട്ടിൻ ഒഡേഗാർഡ് കൂടി ഗോൾ പട്ടിക തികച്ചതോടെ ആഴ്സണൽ 3-0 വമ്പൻ വിജയമുറപ്പിച്ചു. പുതിയ സീസണിൽ ടീമിലെത്തിച്ച താരങ്ങളെ ആർട്ടേറ്റ ഈ മത്സരത്തിൽ പരീക്ഷിച്ചു. 75 മില്യൺ പൗണ്ടിന് ന്യൂകാസിലിൽ നിന്ന് വന്ന ബ്രൂണോ ഗിമറസ് മിഡ്ഫീൽഡിൽ മികച്ച പ്രകടനം പുറത്തെടുത്തപ്പോൾ 34 മില്യൺ പൗണ്ടിന് ക്ലബ് ബ്രൂഗിൽ നിന്ന് വന്ന ക്രിസ്റ്റോസോലിസ് 2 അസിസ്റ്റുകളുമായി മത്സരത്തിലെ താരമായി മാറി. 2004-2005 സീസണിന് ശേഷം ആദ്യമായി ചാമ്പ്യന്മാരായി സീസൺ ആരംഭിക്കുന്ന ആഴ്സണലിന് ഇത് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. അതേസമയം സിറ്റിയുടെ പുതിയ പരിശീലകൻ എൻസോ മരേസ്കയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഈ മത്സരം നൽകിയത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.